ഹലോ അസ്സാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മുത്തുബാബ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും, നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താ, നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പെരിഞ്ചീരവും 2-3 കടുകും 2 ഉലുവയും കൂടി ഇട്ടൊന്ന് താളിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സബോളയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സബോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് എളുപ്പം വരണ്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് സബോള ഇട്ട് കൊടുക്കുമ്പം തന്നെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് വരട്ടി എടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, അന്ന് നല്ല രീതിയിൽ ചതച്ചിട്ടുമുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയോട് ചേർത്ത് കൊടുത്താൽ വെക്കുന്ന ഏത് പാത്രവും അതിൻ്റെ അടിയിലൊന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പം ചെയ്താൽ ഞാൻ സബോള ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചട്ടിയിലൊന്നും പിടിക്കുകയില്ല കേട്ടോ. ആ സബോളയ്ക്കകത്തൊക്കെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കിടന്ന് വരണ്ട് നല്ല റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ സബോളയൊക്കെ വരട്ടാൻ വെച്ചതിന് ശേഷം ചിക്കനൊക്കെ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് ഗ്രേവി എന്ന് പറഞ്ഞാൽ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി 2 പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച ഗ്രേവിയാണ് കേട്ടോ. ആ ഗ്രേവിയാണ് ഈ ചിക്കനിൽ പുരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ അകത്ത് ഇതെല്ലാം പിടിച്ച് സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ എന്താ, അതിന് ശേഷം ഞാൻ സബോളയൊക്കെ വരണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഗരം മസാലയും ചിക്കൻ മസാലയും ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടി ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി നന്നായിട്ട് മൂത്തില്ലെങ്കിൽ പച്ച ചുവയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊടി നന്നായിട്ട് മൂക്കണം കേട്ടോ. പൊടി മൂത്തതിന് ശേഷം മാത്രമേ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാവൂ. നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ആ മല്ലിപ്പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. കൂട്ടുകാരാണെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാനിപ്പം ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ 1-2 ഉലുവയും 2-3 കടുകും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അതും ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പുരട്ടി റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനില്ലേ, പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ചിക്കൻ ചേർക്കാവൂ കേട്ടോ. തീയൊക്കെ കുറച്ചിട്ടിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നല്ല വെള്ളം കാണും. അതായത് ചിക്കനിൽ ഓൾറെഡി വെള്ളം കാണും കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേ തന്നെ വെള്ളം ഇറങ്ങി വരും. അത് തന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും വെള്ളമൊക്കെ കാണും. അതുകൊണ്ട് ഇതൊന്ന് 5 മിനിറ്റൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ആ അരപ്പും ചിക്കനും ആ സബോള ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ച ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടിക്കകത്ത് ഒന്ന് കഴുകി അല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ ചിക്കനിൽ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് നേരം നമ്മൾ ചിക്കൻ അടുപ്പിൽ വെക്കേണ്ടി വരും. അപ്പം ചിക്കൻ ഓവറായിട്ട് വെന്ത് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഞാൻ പറയുന്ന വോയിസിൽ സൗണ്ട് ക്ലിയർ ഉണ്ടോ അല്ലെ സൗണ്ട് ഒത്തിരി ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലിരുന്നാണ് വോയിസ് നമ്മൾ ഈ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും. കൂട്ടുകാർക്കൊന്ന് ക്ഷമിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. കമൻറ്റുകൾ വായിക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടു പോകുന്നവരൊന്ന് ലൈക്ക് കൂടെ അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരല്പം വെള്ളമൊക്കെ അന്നേരം ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അതാകണ്ടില്ല, ഇപ്പം തിളച്ച് വരുന്നതനുസരിച്ച് വെള്ളമയം കൂടി വന്നു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഇതാക്കിയിട്ട്
നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതായത് തിളപ്പിച്ച വെള്ളം വേണം, തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്, പച്ചവെള്ളം എടുത്ത് ഒഴിച്ചാൽ ആ കറിയിലേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം, അത് ലൈറ്റ് ചൂടും ഉണ്ട് കേട്ടോ, ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിയും കേട്ടോ. ഇത്രയും വെള്ളം മതി കേട്ടോ. ഇത്രയും ഓവറായിട്ട് വെള്ളം ഒഴിച്ചാലും കൊള്ളത്തില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇതാ കുറുകി നല്ല റെഡി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് 1-2 കറിവേപ്പില തൂക്കി കൊടുത്തു കേട്ടോ. മുറ്റത്തുനിന്ന് കൊച്ച് പറിച്ചുകൊണ്ടുവന്ന് അവൾ തന്നെയാണ് ഇട്ട് തന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് തന്നു. അപ്പോൾ എന്താ നമ്മുടെ കറി അടിപൊളി സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കൊഴുപ്പിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഓവറായിട്ട് ഒത്തിരി വെള്ളമായാലും ചിക്കൻ കറി ഒന്നും കൊള്ളത്തില്ല കേട്ടോ. ഇതിലെ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും. നല്ലതാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ കൂട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് വല്ല അഭിപ്രായമില്ല കേട്ടോ. അപ്പോൾ ചിക്കനോ മട്ടനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ കൂട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഉണ്ടാക്കി കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, അതിന് ശേഷം നമ്മൾ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പത്തിരി മാവ് കുഴച്ചതും ഉരുട്ടിയതും ഒക്കെ റെഡിയാണ്. പക്ഷെ പരത്തി വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ പത്തിരി മുഴുവൻ പാളിച്ചയായിപ്പോയി കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്ക് പ്രസ്സില്ല കേട്ടോ. പ്രസ്സില്ലാതെ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാമെന്ന് ഓർത്താണ് ഞാൻ ചെയ്തത്. പക്ഷേ അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, മാവ് കുഴച്ചതിലാണോ മാവിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല, ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി. നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന രീതിയിലായിട്ടില്ല കേട്ടോ. വട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ എന്തായാലും മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ 2 പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ ഒരു നുള്ള എണ്ണമയം തൂത്തിട്ട് ഈ രീതിയിൽ ഒന്ന് എടുത്തു കേട്ടോ. എന്താണെങ്കിലും കുഴച്ച് റെഡിയാക്കി എടുക്കുകയും ചെയ്തു. മാവ് മക്കളോട് പറയുകയും ചെയ്തു കേട്ടോ, പത്തിരിയും കോഴിക്കറിയാന്ന് വൈകിട്ടെന്ന്. അപ്പം നമുക്ക് ഒക്കുന്ന വിധത്തിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ, നമുക്ക് പുറത്ത് കൊടുക്കാനല്ലല്ലോ, വീട്ടിലുള്ളവർക്ക് തന്നെ കഴിക്കാനല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല റെഡിക്കുള്ള പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ അടുത്ത റെസിപ്പി ആയിട്ട് ഇടാം കേട്ടോ. ഇതാകപ്പാടെ ചളവായിപ്പോയി കേട്ടോ. ഇന്ന് പത്തിരി ഉണ്ടാക്കിയപ്പോൾ എന്താ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. ഈ കവറിൽ വെച്ച് പരത്തുന്ന എളുപ്പമാണ്, പക്ഷേ ഇന്ന് മാവ് കുഴച്ചതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മാവ് കുഴച്ചതിലാണോ മാവിൻ്റെ ആണോ എന്നറിയത്തില്ല. എന്താണെന്താ ഈ പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താണ്, ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ച് അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പരത്തുന്ന നമുക്ക് വേറെ പാത്രത്തിൽ പൊടിയിട്ട് തട്ടി വെക്കുന്നില്ല. പരത്തുന്ന അന്നേരം നമ്മൾ ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ, നമ്മുടെ പത്തിരിയൊക്കെ എന്നാൽ ഒരുവിധം പൊങ്ങി വരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, നമ്മൾ സാധാരണ പത്തിരി ചുടുന്നതിൻ്റെ അത്രേ ആയിട്ടില്ല കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മുന്നിലത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നോമ്പുറയ്ക്ക് ഞാനൊരല്പം 1-2 മുട്ടയെടുത്ത് മുട്ടക്കറി വെച്ചിട്ട് മക്കൾക്ക് കോഴിക്കറിയും പത്തിരി, എനിക്കും മുട്ടക്കറിയും പത്തിരിയും കേട്ടോ. അപ്പോൾ എന്താ, നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കണമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.